അത്താഴത്തിന്റെ നേരത്തെ നിൽക്കുമ്പോ പരമാവധി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ. 2 റക്അത്തെങ്കിലും നിസ്കരിച്ചോളൂ. കുറഞ്ഞ സമയമെങ്കിലും ദുആ ചെയ്തോളൂ. ഖുർആനോത്തിന് 24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം അന്നും ഇന്നും എന്നും അത്താഴത്തിന്റെ നേരമാണ്. സുബ്ഹിന്റെ ശേഷമല്ല, മഗ്രിബിന്റെ ശേഷമല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുൽ മീൽ പഠിപ്പിച്ചില്ലേ, ഖുർആനോത്തിന് ഏറ്റവും ശക്തിയുള്ള സ്ഥലം വഖ്തുൽ അസ്ഹാർ. ഒരു പേജെങ്കിലും എന്നും പതിവായി റമദാനിൽ ഓതാൻ ഒരുമിക്കോ. സമയം അതിനു വേണ്ടി നീക്കിവെച്ചോ. നാവിലേക്ക് കാരക്ക വെക്കുമ്പോ ആദ്യമായി നിന്റെ വായിലൂടെ ഉള്ളിലേക്ക് ഉമിനീരിറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് ഖൈറാണോ നീ അല്ലാഹുവോട് ദ്വാരക്കുന്നത് അതിന് ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു പോകരുത്. അന്നാനത്തെ നോമ്പ് അല്ലാഹ് കബൂലാക്കി തരാൻ ഒന്ന് ദുആ ചെയ്തോ. വൈകല്യങ്ങൾ ധാരാളമല്ലേ, നമ്മള് മാസൂമീങ്ങളല്ലല്ലോ. പറഞ്ഞതുണ്ട്, ചെയ്തതുണ്ട്, ചിന്തിച്ചതുണ്ട്, ഒക്കെ മാപ്പാക്കിയിട്ട് പടച്ച റബ്ബ് കബൂലാക്കുന്ന നോമ്പായി കിട്ടിയാൽ എത്ര വലിയ വിജയമാണ്. സുഹൃതങ്ങൾ ചെറുതായി കാണരുത്.